ഇടുക്കി അടിമാലിയിലും ഉപഭോക്താക്കൾ അറിയാതെ ലക്ഷങ്ങൾ വായ്പ എടുത്തുന്ന ശ്രീറാം ഫിനാൻസിനെതിരെ പരാതി. അടിമാലി സ്വദേശി ഷാബിൻ അറിയാതെ 3 ലോണുകൾ കൂടി ഫിനാൻസ് എടുത്തു. 1.5 ലക്ഷം രൂപ ലോൺ എടുത്ത അടിമാലി സ്വദേശി അമൽ അറിയാതെ മറ്റ് 2 വായ്പകൾ കൂടി ഫിനാൻസ് എടുത്തു. സിബിൽ സ്കോർ കൂടിയവരുടെ പേരിൽ ലോൺ എടുത്ത് സിബിൽ കുറഞ്ഞവർക്ക് നൽകുന്നതായി പരാതിക്കാരൻ ആരോപിക്കുകയാണ്. എനിക്ക് വേറെ ലോൺ ഇതിനകത്ത് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ ആ ലോൺ ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ശ്രീറാം ഫിനാൻസിൽ ഞാൻ അറിയാതെ ഒരു 3 ലോൺ എക്സ്ട്രാ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനറിയാതെ എൻ്റെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് സിബിൽ ഇല്ലാത്തവർക്ക് ശ്രീറാം ഫിനാൻസുകാർ എൻ്റെ പേരിൽ വേറെ മറിച്ച് ലോൺ കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വേറെ അഡീഷണൽ ഒരു ഹോം ലോൺ നമ്മൾ സിബിൽ ചെക്ക് ചെയ്തപ്പം എൻ്റെ അറിവോ സമ്മതത്തോടെ കൂടാണ്ട് ഒരു അഡീഷണൽ 2 ലോണും കൂടെ കയറി കിടക്കുന്നതായി കണ്ടു. ശ്രീറാമിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു സ്കാം നടക്കുന്നുണ്ട്. ഇതുവരെ അത് ക്ലിയർ ആയി കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. സോഫ്റ്റ്വെയർ തകരാറെന്നാണ് ശാഖാ മാനേജറുടെ വിശദീകരണം. അടിമാലി ശാഖയിൽ പരാതിക്കാരുടെ പ്രതിഷേധം അവിടെയുമുണ്ട്. നിങ്ങൾ ഇത് വേറെ ഒരാൾക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ട് സിബിൽ സ്കോർ ഇല്ലാത്തവർക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ടേക്കണ കേസല്ലേ ഇത്? ഉള്ളത് നിങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു. അത് ഡേറ്റ അതായത് എൻട്രി മാറിപ്പോയേക്കുന്ന എൻട്രി മാറിപ്പോയത് നിങ്ങൾക്ക് അറിയില്ലാത്തവരെ വെച്ചാണ് നിങ്ങൾ ബ്രാഞ്ച് ഓടിക്കണേ, ബിസിനസ് നടത്തണേ. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. എന്റെ അപ്പോൾ എന്ന് വെച്ച് ശരി 1-2 മിസ്റ്റേക്ക് പറ്റും. എല്ലാ കസ്റ്റമറിനും ഇത് മിസ്റ്റേക്ക് പറ്റുമല്ലോ. നിങ്ങൾ അവിടെ എന്ത് തട്ടിപ്പ് കാണിക്കാൻ ലോൺ എടുത്ത് എന്ത് ഫ്രോഡ് പരിപാടി അപ്പം നിങ്ങൾ അവിടെ കാണിച്ചോണ്ടിരിക്കണേ? വേണ്ട, ഞാൻ കേസായിട്ട് പൊക്കോളാം. രാഹുൽ വിജയൻ ആ വാർത്തകൾ ഒരുങ്ങുമ്പോൾ ചെയ്ത് രാഹുൽ അയാൾ ചോദിച്ചത് തന്നെയാണ്. അബദ്ധം എന്ന് പറഞ്ഞാൽ സാങ്കേതിക പിഴ എന്ന് പറഞ്ഞാൽ 1-2 എന്നേ മനസ്സിലാക്കാം. ഇതിപ്പോൾ ഒരു വായ്പയ്ക്ക് ജാമ്യം നിന്ന വേറെ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ പേരിൽ 6.7 ലക്ഷം രൂപയുടെ ലോണാണ്. അങ്ങനെ കുറേ അധികം പേരുടെ പേരിൽ സ്ഥാപനവുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അവരുടെ പേരിലൊക്കെ ലോൺ എടുക്കുകയാണ്. അതെങ്ങനെയാണ് ഒരാൾ അറിയാതെ ലോൺ എടുക്കാൻ പറ്റുക? രാഹുൽ, എന്താണ് ആ തട്ടിപ്പ് രീതി? അശ്മി, അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ രീതി തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ സംശയം കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതിനു മുൻപ് വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും സമാനമായ പരാതികൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഈ ബാങ്കിന്റെ ഒരു വിശദീകരണം ഇങ്ങനെയായിരുന്നു. ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വിശദീകരണം ഇങ്ങനെയായിരുന്നു. അതായത് സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻ നടന്നിട്ടുണ്ട്, അതിൽ ഡേറ്റ എൻട്രി നടത്തുന്നതിലുണ്ടായ പാകപ്പിഴയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ്. അതുകൊണ്ട് പരിഹരിക്കുമെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ലോൺ ഉള്ള ആൾക്ക് അയാൾ അറിയാതെ 3 ലോൺ വേറെ, ഒരു ലോൺ ഇല്ലാത്ത ആൾക്ക് 1-ൽ കൂടുതൽ ലോണ് ആ ബാങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോൺ എടുക്കാൻ വേണ്ടി ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി മുൻപ് ജാമ്യക്കാരനായി നിന്നിട്ടുള്ള ആളുടെ പേരിൽ പോലും ലോൺ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ മറ്റു ബാങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവരുടെ സിബിൽ സ്കോറിനെ അത് ബാധിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇവർ പരിശോധിക്കുമ്പോഴാണ് ശ്രീറാം ഫിനാൻസിന്റെ പേരിൽ ഇവർക്ക് ലോൺ ഉണ്ട്, അത് കുടിശ്ശികയായിട്ടുണ്ട് എന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഇവർ അറിയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇവർ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോൾ കൂടുതൽ ആളുകൾ ഈ പരാതിയുമായിട്ട് രംഗത്തേക്ക് വരികയായിരുന്നു. ബാങ്കിനെ പലതവണ പരിശോധിച്ചു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ള ആവശ്യമായി ഈ ആളുകളെല്ലാം ചെന്നു. പക്ഷേ അവരുടെ മറുപടി, ഈ ബാങ്ക് മാനേജറുടെ അടക്കം മറുപടി ഒരു നിഷേധാത്മകമായിട്ടുള്ള രീതിയിലായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹരിച്ചു കൊടുക്കാം ഉടനെ എന്നുള്ളതല്ല അവർ പറയുന്നത്. ഇത് സോഫ്റ്റ്വെയറിന്റെ തകരാറാണ്, അത് നോക്കാം, കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഒരു ലാഘവത്തോടു കൂടി പറഞ്ഞയക്കുകയായിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധവുമായി ഈ ആളുകൾ എല്ലാവരും കൂടി ബാങ്കിലേക്ക് ചെന്നത്. അതിന് പിന്നാലെ അടിമാലി പോലീസ് എത്തി ഈ ബാങ്ക് ജീവനക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാരും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഈ ബാങ്കിന്റെ ശാഖ തുറക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ ഒരു തട്ടിപ്പ് എന്നുള്ളതാണ് ഈ ആളുകൾ പ്രധാനമായും പറയുന്ന പരാതിയും. അതിൽ കഴമ്പുണ്ട് താനും. എന്തായാലും എന്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായിട്ടാണെങ്കിലും കഴിഞ്ഞ 2 മാസമായി ഈ രീതി തുടർന്നു പോകുന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സിവിൽ സ്കോറിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കുന്നത് ഏത് വിധേനയായിരിക്കണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സിബിൽ സ്കോർ മാത്രമല്ല, നമ്മളറിയാം, നമ്മൾ ലോൺ എടുത്താൽ അത് കിടന്ന് തിരിച്ചടയ്ക്കാതെ വീട് ജപ്തി പോലുള്ള പരിപാടിയിലൊക്കെ പോകുന്ന ആർക്കറിയാവുന്നേ. അതിപ്പോൾ സോഫ്റ്റ്വെയർ തകരാന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 5, 6, 10 പേരുടെ കാര്യത്തിൽ മനസ്സിലാക്കി. ഇതങ്ങനെയല്ല. ഇത് വ്യാപകമായി ആ സ്ഥാപനമായി ഏതെങ്കിലും തരത്തിൽ ജാമ്യം നിന്നവരുടെ ഒക്കെ പേരിൽ ലോൺ വരിക, അതും ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.